നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൊല്ലത്താണ്. കൊല്ലത്ത് വരുമ്പോൾ നമുക്ക് താമസിക്കാൻ നല്ലൊരു സ്ഥലം എന്ന് പറയുന്നത് റാവിസ് എന്നാണ് കേട്ടിട്ടുള്ളത്. ഇന്ന് നമ്മൾ താമസിക്കുന്നത് റാവിസിലാണ്. ഇവിടെ പല കാറ്റഗറിയിലുള്ള റൂംസ് ഉണ്ട് അല്ലേ സാർ? 4-5 കാറ്റഗറി റൂംസ് ഉണ്ട്. ആക്ച്വലി ദിസ് ബ്ലോക്കിൽ ഇത് പ്രീമിയം റൂംസ് ഉണ്ട്, പ്രീമിയം ലേക്ക് വ്യൂ ഉണ്ട്. പ്രീമിയം ഇത് ശരിക്കും പ്രീമിയം ലേക്ക് വ്യൂ റൂം. ഓക്കെ, ആ സൈഡിൽ ലേക്ക് കാണാവുന്ന റൂമാണ്, ഇൻക്ലൂഡിംഗ് ബാൽക്കണി ഉള്ള റൂംസ് ആണ്. പിന്നെ ഇൻക്ലൂഡിംഗ് ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ സ്യൂട്ട് റൂംസ് ആണ് സാർ. ഓക്കെ, സ്യൂട്ട് പ്രീമിയം ലേക്ക് വ്യൂ അതാണ്. ഓക്കെ, ഇത് ഈ ബ്ലോക്കിൽ സെക്കൻഡ് കാറ്റഗറി. ഫസ്റ്റ് കാറ്റഗറി റൂം, സെക്കൻഡ് പ്രീമിയം. ഓക്കെ, കൊല്ലത്ത് റാവിസിൽ താമസിക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന അഷ്ടമുടി കായലാണ്. ഈ അഷ്ടമുടി കായൽ മനോഹരമാണ്. അതിലൂടെയുള്ള ഒരു ബോട്ട് യാത്ര അതിലും മനോഹരമായിരിക്കും. ഇന്ന് ഞങ്ങളിവിടെ താമസിക്കുമ്പോൾ റാവിസ് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഒരു സ്പീഡ് ബോട്ട്. ആ സ്പീഡ് ബോട്ടിലൂടെയുള്ള ഒരു യാത്ര നമുക്ക് ആസ്വദിക്കാം. അഷ്ടമുടി കായലിലെ അന്നനട തോണിയിലെ ചിന്നക്കിളി ചിങ്കാരക്കിളി, അതിൽ തന്നെ ഒരു റൊമാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ അഷ്ടമുടി കായൽ എന്ന് പറയുന്നത് ഒരു യുവ സുന്ദരിയായിട്ട് തന്നെയാണ് കവി പോലും വർണ്ണിക്കുന്നത്. ഞാൻ ഇതിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാളാണ്, ട്രിവാൻഡ്രം താമസിക്കുന്നതാണ്. എന്നിട്ട് വരെ ആദ്യമായിട്ടാണ് അഷ്ടമുടി കായലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഒരു അവസരം ലഭിച്ചത്. വളരെ മനോഹരമായിരിക്കുന്നു. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ ഡെസ്റ്റിനേഷനെ കുറിച്ചിട്ടും ഒരു വിവരണം നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കുക. അപ്പോൾ അത്തരത്തിൽ ഇവിടെ ഇപ്പോൾ കൊല്ലത്തുള്ള ധാരാളം ആൾക്കാർ UK-യിലും യൂറോപ്പിലും USA-യിലും കാനഡയിലും ലോകത്തെല്ലായിടത്തും ഉണ്ടല്ലോ. അവർ കൊല്ലത്ത് വരുമ്പോൾ ഒരുപക്ഷെ അവർ തന്നെ വന്ന് കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ കൊല്ലത്തുണ്ടാവും ഇല്ലേ? അത്തരം സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ഞാനും പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടല്ലോ. അപ്പോഴെല്ലാം നമ്മളിപ്പോൾ കാണുമ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ഇതിനകത്ത് ആനയും മൃഗങ്ങളൊക്കെ ഉള്ള കണക്കുള്ള ഒരു വന്യമൃഗങ്ങളുള്ള ഒരു ഏരിയ പോലെ ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത്തരം സ്ഥലമല്ല ഇത്. ഇത് ആൾ താമസമുള്ള, ഇത് ശരിക്കും എന്താ പറയുക, ഹ്യൂമൻ ബീങ്സ് ഇൻഹാബിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം, ഇഷ്ടംപോലെ ജനവാസമുള്ളൊരു സ്ഥലമാണത്. ഓക്കെ, അതെ. ഈ റാവിസിനെ പോലെയുള്ള വലിയ വലിയ സംരംഭങ്ങൾ കൊല്ലത്ത് വരുന്നത് കൊണ്ട് തന്നെ ലോകത്തുള്ള ഈ ടൂറിസ്റ്റുകൾ ഇവിടത്തേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും ഇല്ലേ? അവർക്ക് വരുമ്പോൾ ഒരു നല്ലൊരു അക്കോമഡേഷൻ ഉണ്ടാവണമെന്നുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവർക്ക് പോയി കാണാനുള്ള സൗകര്യങ്ങളും പിന്നെ ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളും. ഇപ്പോൾ കൊല്ലത്ത് പറയുകയാണെങ്കിൽ സീ സൈഡുണ്ട്, വേണമെങ്കിൽ ഹിൽ സ്റ്റേഷനിൽ പോകാം അല്ലേ? പിന്നെ നമുക്ക് ഇവിടെ ഫിഷിംഗ് നെറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? ചൈനീസ് ഫിഷിംഗ് നെറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൊല്ലത്ത് വന്നാലും നമുക്ക് അനുഭവിക്കാൻ കഴിയും അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അഷ്ടമുടി ലേക്ക് എന്ന് പറയുന്നത് ഒരു കാം ലേക്കാണ്. ഈ ലേക്കിൽ തീരെ അണ്ടർ കറൻസ് ഇല്ല. അപ്പോൾ ഇവിടുത്തെ ലോക്കൽസ് തന്നെ ഒരു കരയിൽ നിന്ന് അടുത്ത കരയിലേക്ക് നീന്തി പോകുന്നവരും ഉണ്ട്. കാരണം അത്രയും സോഫ്റ്റും ഒട്ടും വയലന്റ് അല്ല ഈ റിവർ.
കൊല്ലത്ത് അഷ്ടമുടി കായലിൽ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് ചൈനീസ് ഫിഷിംഗ് നെറ്റ്. അതാണ് ഇവിടെ ധാരാളം കാണുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ഫിഷിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഈ ലൈറ്റ് കണ്ട് ഫിഷ് വരെയും അതിനെ പിടിക്കാനുള്ള സൗകര്യമുണ്ട്. പകൽ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയ ബോട്ടുകൾ ഇതുവഴി പോകുമ്പോൾ ഈ അലകളുണ്ടാവുമല്ലോ, ആ അലകളിൽ പെട്ടുവരുന്ന മീനുകളെ പിടിക്കാനായിട്ടാണ് പകൽ ഈ ചൈനീസ് ഫിഷിംഗ് നെറ്റ് ഉപയോഗിക്കുന്നത്. ഈ ചൈനീസ് നെറ്റുകളെല്ലാം ഓരോരോ പ്രൈവറ്റ് ആൾക്കാരുടെ വകകളാണ്. അപ്പോൾ അവരുടെ ഉപജീവന മാർഗ്ഗമാണ് ഈ ഓരോ ചൈനീസ് നെറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഏരിയ എവിടെ നോക്കിയാലും നമ്മളൊരു ഫിഷിങ്ങിൻ്റെ ഒരു ടച്ച് കാണാൻ പറ്റും. എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ബോട്ട് ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. എന്താ പേരെന്താ? ബിജു. എത്ര വർഷമായിട്ട് ഇവിടെ ബോട്ട് ഓടിക്കുന്നു? 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞു. 5 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഇവിടെ ഉണ്ടായിരുന്നോ? 2-3 ചെടികളുണ്ടായിരുന്നു. 2-3 ചെടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് വളർന്നുടങ്ങ് അല്ല, പിന്നെ അതിൻ്റെ വിത്തുകൾ ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി വന്ന്, കണ്ടൽക്കാടുകളുടെ വിത്തുകളെന്ന് വെച്ചാൽ അത് ഒഴുകി വരുന്ന വിത്ത് വെള്ളത്തിൻ്റെ മേളിൽ കൂടെ ഒഴുകി ചെറിയ കുഞ്ഞായിട്ട് വന്ന് ഇവിടെ ചെറിയ കര കിട്ടിക്കഴിഞ്ഞാൽ അതവിടെ പിടിക്കും. അവിടെ അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു കരയായി തീരാനുള്ള സാധ്യതയുണ്ടോ? കരയായി ഇപ്പം അവിടെ എല്ലാം ആൾക്കാർ ഇറങ്ങി നടക്കും ഇപ്പം. അങ്ങനെയായി. അപ്പോൾ അതെങ്ങനെ? കുറച്ച് നാളോടെ കഴിയുമ്പോൾ ഒരു ഐലൻഡ് ആവും. കുറേ നാൾ കഴിയുമ്പോൾ ഒരു ഐലൻഡ് ആവും. ഇപ്പോഴേ വാങ്ങിയിട്ടെങ്കിൽ വില കുറച്ച് കിട്ടിയാണ് അല്ലേ? കുറച്ച് നാൾ കഴിയുമ്പോൾ ഏതായാലും ഐലൻഡ് ആവുമല്ലോ. അപ്പോൾ ഈ കണ്ടൽക്കാട് വരുമ്പോൾ ഈ മണ്ണും അതിന് റൂട്ട് കൂടുതലാണ്. ഒരുപാട് റൂട്ടുണ്ട് അതിന്. ഓക്കെ. അപ്പോൾ അതിനിടയ്ക്ക് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റൂട്ടിലൂടെയാണ് നടക്കുന്നത്. അവിടെ മണ്ണായി ചെളിയക്കലും വന്ന് അടിഞ്ഞ് മണ്ണായി. ഇത് നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ വരുന്ന മണ്ണുകൾ വന്ന് അടിഞ്ഞ് അതൊരു ഐലൻഡ് ആവും. അതിന് നേരെ ഓപ്പോസിറ്റ് കടലാണ്. അപ്പോൾ കടലിൽ നിന്ന് ഏറ്റവും ഇറക്കത്തിന് എക്കൽ വരും. ഓക്കെ. ആ എക്കൽ വന്ന് ഇവിടെ അടിഞ്ഞ് ഇതിപ്പോൾ അതായത് കുറച്ച് വർഷം കഴിയുമ്പോൾ ഇവിടെ ഒരു ഐലൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ആ കാണുന്നതെല്ലാം ചെറിയ ചെറിയ ഐലൻഡുകളാണ്. ഓക്കെ. ഇത് മേടിക്കാനൊരു മാർഗ്ഗവും ഇല്ലല്ലേ? ഏതായാലും വളരെ നന്ദി. താങ്ക് യു. കൊല്ലം ഫിഷിൻ്റെ നാടാണല്ലോ. അപ്പോൾ നമുക്ക് റാവിസിലെ മെയിൻ ഷെഫ് നമ്മുടെ അജിത്ത് നമുക്ക് വേണ്ടി ഒരു ഡിഷ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കാണുന്നവർക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാമല്ലോ. ഏതായാലും നമുക്ക് മിസ്റ്റർ അജിത്തിനെ പരിചയപ്പെടാം. മിസ്റ്റർ അജിത്ത്, നമസ്കാരം. ഏതായാലും ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു, വളരെ നന്നായിരുന്നു. അപ്പം നമുക്ക് അറിയേണ്ടത്, നമുക്ക് വേണ്ടി ഒരു ഡിഷ് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്കും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇത്രയും നല്ല ടേസ്റ്റിൽ എങ്ങനെയാണ് റാവിസിൽ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് വേണ്ടി ഏതാണ് ചെയ്യാൻ നമ്മൾ എടുത്തിരിക്കുന്നത്? കൊല്ലത്തെ ഏറ്റവും ലോക്കലായിട്ട് സാധനമാണ്. ഓക്കെ. അത് മുരിങ്ങ, അതായത് ഓയിസ്റ്റർ മീറ്റ്. ഓക്കെ. അപ്പോൾ ഇത് കല്ലിമേക്ക എന്ന് പറയുന്നത് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിൻ്റെ ചെറുതാണ്? അതല്ല, ഇത് വേറൊരു സ്പീഷീസ്. അത് വേറൊരു, ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ. നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു നെർവ് എൻഡിങ് ഉണ്ട്. അതിലേക്ക് കയറ്റിയിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്യണം. ഹാർഡാണ് അല്ലേ? അത് നമ്മൾ യൂസ് ടു ആയി കഴിയുമ്പോഴത്തേക്ക് അത് ആൾക്കാർ പറയുന്നത്, നമ്മുടെ ഫോറിനേഴ്സ് പറയുന്നത്, യു ക്യാൻ ടേസ്റ്റ് ദ ഓഷൻ എന്ന് പറയുന്നത്. ഇത്
ലൈവാണ്. ഇത് ലൈവാണ് ഇപ്പം. ഓക്കെ സാർ പിടിച്ചത്. ഓക്കെ, അത് സാറിന് വേണ്ടി ടേസ്റ്റ് ചെയ്യിപ്പിക്കാം അത്. പക്ഷെ തീർച്ചയായിട്ടും വേണം. നമ്മുടെ എന്താ പറയുക, ആ ഭാഗം വെച്ചാൽ ആ വെള്ളം എടുത്ത് സാർ കഴിച്ചോളൂ. ഇങ്ങനെ 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 പിടിച്ചിട്ട് അതിനെടുത്തോ, ബാക്കിയോട്ട് കംപ്ലീറ്റ് എടുത്തോ. ഇത് ലൈവ് ഫിഷ്. ഇത് ലെമണും മറ്റേ ടൊബാസ്കോ സോസും കൂടെ ഒഴിച്ചിട്ട് ഞാൻ കഴിക്കണമെന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞത് കഴിച്ചോളൂ. ഇങ്ങനെ കഴിക്കാം. അതെ, ആ വെള്ളം കൂടെ. ആദ്യമായിട്ട് ഒരു ലൈവ് ഫിഷ് കഴിക്കുകയാണ്. പ്രശ്നമാവുമെന്ന് അറിയത്തില്ല, പക്ഷെ പ്രശ്നമില്ലെന്ന് ഷെഫ് പറഞ്ഞതുകൊണ്ട് ഞാൻ കഴിച്ചു. അതായത് ഇപ്പം നിങ്ങൾ കഴിച്ചിരിക്കുന്ന ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹെൽത്തിയസ്റ്റ് ഫുഡ് ഇൻ ദ വേൾഡ്. നമ്മളിപ്പോഴും അത് റെക്കഗ്നൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇത് പൊട്ടിച്ചൊക്കെയാണ് കഴിക്കുന്നത്, നമ്മൾ കുക്ക് ചെയ്താണ് കഴിക്കുന്നത്. പക്ഷേ സാർ ഇപ്പം കഴിച്ചിരിക്കുന്നത് ഈസ് ദ പ്യുവർ ടേസ്റ്റ് ഓഫ് ദി ഓഷൻ. നാളെ പറയാം. കൊല്ലത്ത് വന്നാൽ കാണേണ്ട ഒരു സ്ഥലമാണ് മൺട്രോ തുരുത്ത്. മൺട്രോ തുരുത്തിനെ കുറിച്ചിട്ടും മൺട്രോ സാഹിബിനെ കുറിച്ചിട്ടും നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. മൺട്രോ സാഹിബിൻ്റെ കൊട്ടാരം തന്നെ അവിടെ ഉണ്ടെന്ന് പറയുന്നു. നമുക്ക് ഏതായാലും മൺട്രോ തുരുത്ത് കണ്ടിട്ട് വരാം. കൊല്ലത്ത് വന്നപ്പോൾ രാവിസ് തന്നെ നമുക്ക് ഒരു സ്പീഡ് ബോട്ട് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുകയാണ് മൺട്രോ തുരുത്തിൽ പോകാനായിട്ട്. കൊല്ലത്ത് വരുന്നവർ തീർച്ചയായിട്ടും മൺട്രോ തുരുത്ത് സന്ദർശിക്കണം എന്നാണ് പറയുന്നത്. ഞാനും ആദ്യമായിട്ട് പോവുകയാണ്. മൺട്രോ തുരുത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഐലൻഡുകളാണ്. അവിടെ വേലിയേറ്റം വരുമ്പോൾ താമസക്കാരുടെ വീട്ടിലെല്ലാം വെള്ളം കയറുന്ന ഒരു അവസ്ഥ വരെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഐലൻഡാണെന്ന് വരെ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് അവിടെ ചെന്നാൽ മാത്രമേ അതിൻ്റെ പ്രത്യേകതകൾ കാണാൻ കഴിയത്തുള്ളൂ. ട്രിപ്പ് 60-70 കിലോമീറ്റർ സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ജലഗതാഗതം എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് ട്രാഫിക് ഒന്നുമില്ലാതെ എത്രയും പെട്ടെന്ന് എത്താൻ കഴിയുന്ന ഒരു മാർഗമാണ് ഈ അഷ്ടമുടി കായലിലൂടെയുള്ള ഈ യാത്ര. ഈ കൊണ്ടുപോകുന്ന വള്ളങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ നമ്മളിപ്പോൾ കണ്ടില്ലേ, കല്ലുമ്മക്കാവുള്ള അതിൻ്റെ തോടുകൾ കൊണ്ടുപോകുന്നതാണ്. അവരിത് കൊണ്ട് നീട്ടിയിട്ട് തെങ്ങുകൾക്ക് വളമായിട്ടിടും, ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലം നികത്താനായിട്ടൊക്കെ ഉപയോഗിക്കും. കായലിൽ നിന്ന് പിടിക്കുന്ന മീനെല്ലാം കൊണ്ടുവന്ന് ലേലം ചെയ്യുന്ന സ്ഥലമാണത്. ഇവരുടെ ജീവിതം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അവർ വള്ളമെടുത്ത് വേറൊരു വലിയ ദ്വീപിൽ പോവുകയോ അല്ലെങ്കിൽ പുറം ലോകത്തേക്ക് പോവുകയോ ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട്. കാരണം ഇവിടെ ബ്രിഡ്ജൊന്നുമില്ലല്ലോ. നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാം, ചെറിയ ചെറിയ ദ്വീപുകളായിട്ടാണ് ഓരോന്നും തിരിച്ചിരിക്കുന്നത്. ഒരു വീട് 2 വീടൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. കുക്കിംഗ് ഗ്യാസാണ് വള്ളത്തിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്ത് ബുദ്ധിമുട്ടിയായിരിക്കും ഇവർ അവിടെ ചെന്ന് അത് വീടുകളിൽ എത്തിക്കുന്നത്. കാരണം ഇത് ഒരു തുരുത്തിൽ നിന്നും മറ്റൊരു തുരുത്തിലേക്ക് പോകണമെങ്കിൽ തന്നെ ചെറിയ വള്ളങ്ങൾ ഉപയോഗിക്കണം. നമ്മൾ കൊല്ലം എന്ന് പറഞ്ഞത് ഒരു ഹോളിഡേ ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും അരമണിക്കൂർ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഇങ്ങോട്ടെത്തി. വെള്ളത്തിലൂടെ ട്രാവൽ ചെയ്ത് എത്തിയപ്പോഴാണ് നമ്മൾ മൺട്രോ തുരുത്തിൻ്റെ വിശേഷങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മൺട്രോ തുരുത്തിലെ ആൾക്കാർ ഏത് രീതിയിലാണ് ജീവിക്കുന്നതെന്നും
അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ട്രാവൽ ചെയ്യണമെങ്കിൽ വള്ളത്തിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം വെള്ളമാണ് എല്ലാ സ്ഥലത്തും. പക്ഷേ ഇവർക്ക് കുടിക്കാൻ വെള്ളമില്ലെന്നുള്ളതാണ് സത്യം. ഇതെല്ലാം ഉപ്പ് വെള്ളമാണ്, അവിടെ എവിടെ കുഴിച്ചാലും ഉപ്പ് വെള്ളമാണ് കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മൾ കാറിൽ വന്നാലും കാറ് ജങ്കാറിൽ കയറ്റി, അതായത് ഒരു 2 വള്ളങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജങ്കാർ എന്ന് പറയുന്നത്. എന്നിട്ട് മറ്റു തുരുത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്നേ പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു സ്പീഡ് ബോട്ടിലാണ് ഇവിടം വരെ എത്തിയത്. ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ ചെറിയ വള്ളങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. നമ്മൾ വന്നപ്പോൾ രമേശൻ ചേട്ടൻ ഒരു ചെറിയ വള്ളവുമായിട്ട് ഇവിടെ നമ്മളെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ രമേശൻ ചേട്ടൻ നമ്മളെ ഈ ചെറിയ ജലപാതയിലൂടെ മൺട്രോ തുരുത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ചു തരും, ഇല്ലേ? നമുക്കെന്നാൽ അങ്ങോട്ട് പോവാം. ഓക്കെ. മൺട്രോ തുരുത്തിൻ്റെ വളരെ സമാധാനപരമായ ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഏതായാലും ഗവൺമെൻറ് സ്പീഡ് ബോട്ട്സ് ഒന്നും ഇവിടെ അനുവദിക്കത്തില്ല. ഇങ്ങനെയുള്ള വള്ളങ്ങളും ചെറിയ ബോട്ടുകളും മാത്രമേ, ബോട്ടുകളെന്ന് പറയാൻ പറ്റത്തില്ല, വള്ളങ്ങൾ മാത്രമേ ഇവിടെ അനുവദിക്കത്തുള്ളൂ. ഇവിടെ വരുമ്പോൾ തന്നെ, ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ മെല്ലെ പറയണം എന്നൊരു തോന്നൽ, കാരണം ഇവിടെ എല്ലാം വളരെ സൈലൻ്റായിട്ടുള്ള ഒരു ഏരിയയാണ്. നമുക്ക് മൺട്രോ തുരുത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു തരാനായിട്ട് മൺട്രോ തുരുത്തിൽ തന്നെയുള്ള ഒരു രാമൻ സാർ വന്നിട്ടുണ്ട്. രാമൻ സാറിനെ കൂടെ നമ്മോടൊപ്പം കൂട്ടാം. വരണം സാർ. അപ്പോൾ ഞങ്ങൾ കൊല്ലത്ത് വന്നു, കൊല്ലമെല്ലാം കണ്ടു. അപ്പം മൺട്രോ തുരുത്തിനെ കുറിച്ച് കേട്ടു. അപ്പം മൺട്രോ തുരുത്ത് എന്ന് പറയുന്നത് മൺട്രോ സാഹിബിനെ തുടങ്ങി ഒരു ചരിത്രം തന്നെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എന്താണ് ഈ മൺട്രോ തുരുത്തിനെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ മനോഹരമായൊരു, ഇവിടെ വരുമ്പോൾ തന്നെ ഒരു സൈലൻസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും എക്കോ ഫ്രണ്ട്ലി ആയിട്ട്, അതായത് മറ്റ് മാലിന്യങ്ങളൊന്നുമില്ല, ഒരു തരത്തിലുള്ള മാലിന്യമില്ല. അങ്ങനെ വളരെ എന്തുകൊണ്ടും ഫ്രണ്ട്ലി ആയ ഒരു അറ്റ്മോസ്ഫിയർ ഇന്ന് നിങ്ങൾ കാണുന്നതിന് മുമ്പുള്ള ഈ ചരിത്രമായി ചോദിക്കുന്നു. അതെ അതെ, അതെന്ന് പറയുമ്പോൾ റാണി സേതു ലക്ഷ്മിഭായിയുടെ കാലഘട്ടം മുതലുള്ളതാണ് മിക്കവാറൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ പൊതുവേ ജനവാസ യോഗ്യ കുറവാണ്, ആണെന്ന് പറയണ്ടല്ലോ, വളരെ വളരെ അപൂർവമാണ്. അത് ചുട്ടക്കാടുകളിലോട്ട് ചെറിയൊരു ദ്വീപ്, ഇങ്ങനെ ദ്വീപല്ലിത് അന്നേരം. അന്നിത് ഇതിൻ്റെ കിഴക്കേ അറ്റം ഈ മൺട്രോ തുരുത്തിൻ്റെ, ഇതിപ്പോൾ ഒരു തുരുത്ത് എന്ന് പറയുമ്പോൾ 4 വശവും വളരെ ക്ലിയർ ആണല്ലോ. അതിൻ്റെ ഒരു സൈഡിൽ കൂടാണ് നിങ്ങൾ കൊല്ലത്ത് വന്നത്, അതായത് അഷ്ടമുടി കായലും ആറും വരുന്ന വടക്കേ ഭാഗം. ഓക്കെ, അവിടെ നിന്നാണ് വന്നത്. അതെ, പിന്നെ പടിഞ്ഞാറേ ഭാഗവും നിങ്ങൾ കൊല്ലത്ത് വരുന്ന വഴിക്ക് പെരിങ്ങാലം ആ ഭാഗത്ത് അതും നിങ്ങൾ കണ്ടു കാണും. പടിഞ്ഞാറേ ഭാഗം പെരിങ്ങാലം ഭാഗത്ത് ഞങ്ങൾ സ്പീഡ് ബോട്ടിലാണ് ആ ഭാഗവും കണ്ട്. പിന്നെ ഇനി നിങ്ങൾ കാണാനുള്ളത് കിഴക്കേ സൈഡും തെക്കേ സൈഡുമാണ്. അപ്പോൾ കിഴക്കേ സൈഡ് എന്ന് പറയുന്നത് ആണ് ഈ മൺട്രോ സാഹിബിൻ്റെ കാലഘട്ടത്തിൽ പ്രസക്തമായൊരു പ്രദേശം അതാണ്. അല്ല, ഈ മൺട്രോ സാഹിബ് ഇവിടെ വരാനുള്ള കാര്യം എന്താണ്? കാര്യം അന്ന് ഈ റാണിയുടെ കാലഘട്ടത്ത് രാജഭരണം നടക്കുമ്പോൾ ദിവാനാണ് രാജ്യം ഭരിക്കുന്നത്. ഓക്കെ, കുണ്ടർവിളംബരമൊക്കെ വലുതമ്പി ദളവയെ കേട്ടിട്ടുണ്ടല്ലോ. അതേപോലെ അന്ന് ഈ മൺട്രോ സാഹിബിനെയാണ് ഇവിടം ഭരിക്കുന്നതിന് റാണി ഏൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഉള്ളവരും കരം കൊടുക്കുന്ന പരിപാടിയില്ല, ടാക്സ് കൊടുക്കില്ല, അങ്ങനെ ലാൻഡ് ടാക്സ് ഒന്നുമില്ല, കൊടുക്കില്ല. അതാണ്, അതിന് മാത്രമേ ആളുമില്ല, പോപ്പുലേഷനും ഇല്ല, ഏരിയയും ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ അങ്ങ് ഏൽപ്പിച്ചു. കാരണം ഈ പ്രദേശത്തിനൊരു അഭിവൃദ്ധിയോ കാര്യങ്ങളോ വരണമെങ്കിൽ നിങ്ങൾ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളോ നോക്കുന്ന വഴിക്ക് അവരെ കൂടെ ഒന്ന് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി രാജഭരണകാലത്തുണ്ടായ കൽപ്പനയുടെ പ്രകാരം പുള്ളി നേരിട്ട് തന്നെ ഇവിടെ വന്ന് താമസമായി. ഓക്കെ, അങ്ങനെ അദ്ദേഹം ആണ് ആദ്യമായിട്ട് ഇതിനെ, ഫ്ലഡാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ വെള്ളം പൊങ്ങി വീട്ടിലൊക്കെ എല്ലാം കയറും, കംപ്ലീറ്റ് മാറും. ഇതിപ്പോ ഇറങ്ങി കിടക്കുന്ന സമയം, വേലിയിറക്ക സമയമാണ്. ഇതിപ്പോ വേലിയിറക്ക സമയമാണ്. അതോടൊപ്പം തന്നെ ഇതിവിടെ ഒക്കെ നമ്മൾ ഇപ്പോഴേ ഈ കല്ലൊക്കെ ഇറിഗേഷൻ്റെ അടിത്തറയൊക്കെ ചെയ്ത് കുറെ പ്രൊട്ടക്ഷൻ ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഈ പ്രൊട്ടക്ഷൻ ഇറങ്ങാൻ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഇതിപ്പോ കൈ കാണിച്ചല്ലോ, പരിചയക്കാരൊക്കെ നമ്മുടെ ബന്ധു വീടുകളാണ് ഇതെല്ലാം. അപ്പൊ ഇത് ഒരു ഗുണം ഇവിടെ വന്നപ്പോ തോന്നുന്നു പറഞ്ഞാല്, ഈ അടുത്ത് ഇതെല്ലാവർക്കും തമ്മിൽ അറിയാവുന്ന ആൾക്കാരും ബന്ധുക്കളേ ഉള്ളൂ ഇവിടെ. അപ്പൊ അന്ന് ഈ ഫ്ലഡ് ഇങ്ങനെ മറിയുന്നത് കൊണ്ട് ഇവിടെ കംപ്ലീറ്റ് പരന്നങ്ങ് ഒഴുകി, മഴവെള്ളം സ്ഥിരമായിട്ടുണ്ടാകും, വെള്ളം ഇങ്ങനെ പരന്നങ്ങ് ഒഴുകുകയാണ്. അപ്പൊ പിന്നെ ആരും ജീവിക്കാൻ വലിയ പാടാണ്. വീടുകളിൽ ഇങ്ങനെ ഒതുങ്ങി കൂടി അല്ലെങ്കിൽ ഇങ്ങനെ കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സായിപ്പ് പെട്ടെന്ന് തന്നെ അദ്ദേഹം വളരെ ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അദ്ദേഹം അവിടെ ഒരു ആ നദിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇതുപോലെ ഡൈവേർട്ട് ചെയ്ത് അപ്പുറത്ത് ആ കായലാണ് അഷ്ടമുടി കായലിൻ്റെ ഒരു മുടിയാണ് അതിലേക്ക് വിട്ടു. അഷ്ടമുടി എന്ന് പറഞ്ഞാൽ 8 മുടി എന്നാണ്. ഓ അത് ശരി, അഷ്ടമുടി കായൽ. അഷ്ടമുടി കായൽ, ഈ കായലിന് 8 മുടികൾ ഇങ്ങനെ അങ്ങോട്ട് കയറി കിടപ്പുണ്ട്. ഓ അത് ശരി. അതുകൊണ്ട് ഈ കാവിറ്റീസ് ഉണ്ട്. ഓക്കെ. അതിലൊരു കാവിറ്റീസിലൂടെ തെക്കോട്ടാണ് ഈ ഇതുപോലൊരു തോട് മുറിച്ച് ഈ മഴവെള്ളം വന്നാൽ ഫ്ലഡ് കൊണ്ട് അതിൽ ചാടിച്ചു. ഓ അത് ശരി. അതാണ് അവിടെ ഒരു പുത്തനാർ എന്ന് പറയുന്ന മൺട്രോ തുരുത്തിന്റെ അതാണ് മൺട്രോ സാഹിബ് ചെയ്തത്. ഇവിടെ കുടിവെള്ള പ്രശ്നം ഉണ്ടെന്ന് പറയുന്നല്ലോ. കുടിവെള്ള പ്രശ്നമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പഞ്ചായത്തുകളും നാടുകളും ഗ്രാമങ്ങളും ടൗണുകളൊക്കെ വളരെ കഷ്ടപ്പെട്ട് കഴിയുമ്പോഴും മൺട്രോ തുരുത്തിൽ സഫീഷ്യൻ്റ് ആയിട്ട് വെള്ളമുണ്ട്. അതിൻ്റെ കാരണം മൺട്രോ തുരുത്തിന് ചുറ്റും വളരെ കൂടുതൽ എണ്ണത്തിൽ ട്യൂബ്വെല്ലുണ്ട്. ഈ ട്യൂബ്വെല്ലെല്ലാം പ്രവർത്തിക്കുന്നത് കൊണ്ട് ചുറ്റും നമുക്ക് ഉപ്പുള്ളതാണെങ്കിലും എല്ലാ വീടുകൾക്കും ആവശ്യത്തിനും ശരിക്കും ശുദ്ധജലം കിട്ടുന്നുണ്ട്. നമുക്ക് പിന്നെ ഞങ്ങൾ ചെറിയ ഈ അവഗണിക്കപ്പെട്ടൊരു വർഗമായിട്ട് കരുതിക്കൊണ്ട് ഞങ്ങൾ ഒരു ചെറിയ കാര്യം വന്നാലും ചില പിള്ളേർ കരയുന്നവരെ ഞങ്ങളങ്ങ് നിലവിളിക്കും. ഓ അങ്ങനെ വെള്ളക്ഷാമമുണ്ട്, ഞങ്ങൾക്ക് യാത്രാവഴികളുണ്ട്, അപ്പോൾ ഒരുപാട് പറഞ്ഞെങ്കിൽ മാത്രമേ എന്തെങ്കിലും കിട്ടത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് പണ്ട് മുതലേ ഞങ്ങൾ കരഞ്ഞ് ശീലിച്ചവരായതുകൊണ്ട് ചെറിയൊരു നുള്ളു കൂട്ടുന്നതിന് മുമ്പേ ഞങ്ങൾ കരച്ചിലുണ്ട്. വിദ്യാഭ്യാസത്തിന് ഇവിടെ വിദ്യാലയങ്ങളില്ലാത്തത് കൊണ്ട് വിദ്യാലയം നിങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് പുള്ളി 2-3 തവണ വന്നു. ഇവിടെ ഇപ്പോൾ സ്കൂളുകളൊക്കെ ഉണ്ട്. മൺട്രോ തുരുത്തിൽ ഞങ്ങൾ പഠിച്ച മലയാളം സ്കൂള്, അതായത് സർക്കാരിൻ്റെ ഗവൺമെൻറ് LPS തൊട്ടടുത്തുണ്ട്. പിന്നെ തൊട്ടടുത്ത് UPS ഒരു മാനേജ്മെൻറ്റിൻ്റെ വകയായിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഞാൻ ഗുരുകുലം എന്ന് പറയുന്ന ഒരു സ്കൂള് കഴിഞ്ഞ 15 വർഷമായിട്ട് ഗുരുദേവൻ്റെ ആ ഒരു സ്മരണയും നിലനിർത്തിക്കൊണ്ട് കുട്ടികൾക്ക് അന്നദാനവും വരെ കൊടുത്തുകൊണ്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്നുണ്ട്. പിന്നെ മൺട്രോ തുരുത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂൾ എന്ന് പറയുന്നത് സർക്കാർ ഹയർ സെക്കൻഡറി, അത് പെരിങ്ങാലം എന്ന് പറയുന്ന നമ്മുടെ അങ്ങേ അറ്റത്തെ വാർഡ്. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം കാണുന്ന പെരിങ്ങാലം. ഇത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഓക്കെ. അങ്ങനെ മൺട്രോ സാഹിബ് ഈ ഫ്ലഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിന് ആശ്വാസകരമായിട്ടാണ് ആ ഒരു ചെറിയ തോട് വെട്ടി. ആ തോടിപ്പം വലിയ തോടാണ്. ഇപ്പം അതിൻ്റെ പേര് പുത്തനാറെന്ന്. പ്രത്യേകിച്ച് യാതൊന്നും നമ്മളിവിടെ ഈ തെങ്ങിന് വേണ്ടി വളം ചെയ്യണ്ട. അത്രയ്ക്ക് ഫ്ലഡ് ഇത് വന്നുകൊണ്ടിരിക്കുന്ന ആ ഡെപ്പോസിറ്റ് ദുരന്തമുണ്ട് എങ്കിൽ പോലും അതിനേക്കാൾ ഈ ഫലഭൂയിഷ്ടമായ മണ്ണിനെ കിട്ടുന്നുണ്ട്. ഇവിടെ മീനിനെ വളർത്തുന്ന സ്ഥലമാണ്. മീൻ വളർത്തുന്ന സ്ഥലം. ഈ നെറ്റിട്ടിരിക്കുന്നത് വലയിട്ടിരിക്കുന്നത് കരിമീൻ കൃഷി ചെയ്യുന്ന കരിമീനാണ്. കരിമീൻ്റെ കുഞ്ഞുങ്ങളെ സർക്കാർ MBD ഇതിന് സബ്സോർബന്റ് കയറ്റുമതി അവർ ഇതിന് വളരെ സഹായം ഏജൻസി കൊടുക്കുന്നുണ്ട്. അവർ വലിയ ലക്ഷങ്ങൾ തന്നെ കർഷകന് കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ കൂടെ കൊടുക്കും. കരിമീൻ കുഞ്ഞുങ്ങളെ ഏതാണ്ട് ഒരു കുഞ്ഞിന് ഒരു പൊടി വെള്ളത്തേക്ക് 8 രൂപ 9 രൂപ ഒക്കെ വിലയാണ്. അത് 10,000 1000 ഒക്കെ കൊടുത്ത് അവർ ഇതിനകത്തിട്ട് സമയം വെള്ളം കയറ്റി ഇറക്കുന്നതിനുള്ള ഇത് വെള്ളം അതുണ്ട് നമ്മുടെ അത് ബുക്കിംഗ് താക്കുകയും ചെയ്യാം. ഞങ്ങൾക്ക് പോയിട്ട് വീണ്ടും കുറേ സ്ഥലങ്ങൾ കൂടി കവർ ചെയ്യാനുള്ളത് കൊണ്ടും ഞങ്ങളതുകൊണ്ട് തിരിച്ചു പോവുകയാണ്. ഇനിയും ഇതിനകത്ത് മൺട്രോ തുരുത്തിനകത്ത് തന്നെ ധാരാളം സ്ഥലങ്ങൾ ചുറ്റാനുണ്ട്. ചെറിയ ചെറിയ തോടുകളിലൂടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പുതിയ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കും. അതുകൊണ്ട് യൂറോപ്പിൽ നിന്ന് അല്ലെങ്കിൽ വിദേശത്തു നിന്ന് വരുന്ന മലയാളികൾ തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം മൺട്രോ തുരുത്തിൽ വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കൊല്ലത്ത് വന്നിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചിട്ട് വന്നാൽ മതി. എന്നാൽ തന്നെയും നമുക്ക് രണ്ടും കിട്ടും. 2 അനുഭവങ്ങളാണ്. ഇതൊരു പാലമാണ്. ഇതിൽ കൂടെ എനിക്ക് നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസ് നമുക്കിവിടെ വന്നാൽ കിട്ടും. ഏതായാലും ഇത്രയും സൈലൻസിലൂടെ നമ്മൾ വള്ളം തുഴഞ്ഞ് പോകുമ്പോൾ ഇപ്പോൾ അഷ്ടമുടി കായലാണല്ലോ. അഷ്ടമുടി കായലിലേക്ക് ചേരാൻ പോവുകയാണ്. നമുക്ക് അഷ്ടമുടി കായലിലെ എന്നെ പാടാം. ആവട്ടെ രാമസാറേ. അഷ്ടമുടി കായലിലെ അന്നനടത്തോണിയിലെ ചിന്ന കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണോ. അപ്പോൾ ഇവിടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഫിഷിങ്ങിനെ ചൂണ്ടയിട്ടാൽ കിട്ടുമോ? ഇല്ല, കുറേശ്ശൊക്കെ ഇതൊരു ഒരു രസം കൂടാണ്. കുട്ടികൾക്ക് മീൻ കിട്ടുന്നോ എന്ന് നോക്കുന്നതാണ്. രാമൻ സാറിന് വളരെ നന്ദിയുണ്ട്. വലിയ സന്തോഷം ഇങ്ങനെ ഒരാളിനെ പരിചയപ്പെടാൻ ജീവിതത്തിലൊരു അവസരം കിട്ടിയല്ലോ. ഓക്കെ. ഞങ്ങൾക്കിവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ തീർത്തും വളരെ നിഷ്കളങ്കമായ ഒരു പ്രകൃതിയും നിഷ്കളങ്കമായ കുറേ ആൾക്കാരും ജീവിക്കുന്ന ഒരു സ്ഥലമാണ് മൺട്രോ തുരുത്ത്.
ഏതായാലും നമ്മൾ തിരിച്ച് നമ്മളെ സ്പീഡ് ബോട്ടിലേക്ക്, സ്പീഡുള്ള ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. വീണ്ടും നമ്മൾ 30 മൈൽ ദൂരം 30 മിനിറ്റ് കൊണ്ട് ബോട്ടിലൂടെ എത്തുന്ന അത്രയും ഫാസ്റ്റായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ച് എത്തിയിരിക്കുകയാണ്. മൺട്രോ തുരുത്ത് വിടുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വിഷമം. ആകട്ടെ, ഇത് ഞങ്ങളുടെ ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു. കാരണം മൺട്രോ തുരുത്തിനെ ലോകത്തിൻ്റെ മുമ്പിൽ കാണിക്കാനും ഒരു ചെറിയൊരു ഓപ്പണിംഗ് കൊടുക്കാൻ സാറിന് ഇത്രയൊരു മഹാമനസ്കത തോന്നിയതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു.